അധ്യായം 106 ഖുറൈശ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 4. നാമം. പ്രഥമ സൂക്തത്തിൽ തന്നെയുള്ള ഖുറൈശ് എന്ന പദം സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവതരണകാലം. ലഹാക്കും കൽബിയും ഈ സൂറ മദനിയാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും ഇത് മക്കിയാണെന്ന കാര്യത്തിൽ യോജിച്ചിരിക്കുന്നു. ഈ സൂറയിൽ തന്നെയുള്ള ഈ മന്ദിരത്തിന്റെ നാഥൻ എന്ന പ്രയോഗം ഇത് മക്കിയാണെന്നതിന്റെ സ്പഷ്ടമായ തെളിവാകുന്നു. സൂറ മദീനയിലാണ് അവതരിച്ചതെങ്കിൽ കഅബയെക്കുറിച്ച് ഈ മന്ദിരം എന്ന് പറയുന്നത് എങ്ങനെയാണ് യോജിക്കുക? കൂടാതെ ഇതിന്റെ ഉള്ളടക്കം സൂറ അൽ ഫീലിന്റെ ഉള്ളടക്കത്തോട് അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് പരിഗണിച്ചാൽ ഈ സൂറ മിക്കവാറും സൂറ അൽ ഫീലിന് തൊട്ടുടനെയായി അവതരിച്ചതായിരിക്കാനാണ് സാധ്യത. രണ്ടു സൂറകളും തമ്മിലുള്ള ചേർച്ചയെ ആധാരമാക്കി ചില പൂർവ്വസൂരികൾ ഇവ രണ്ടും ഒറ്റ സൂറ തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചരിത്ര പശ്ചാത്തലം. ഈ സൂറ നന്നായി ഗ്രഹിക്കുന്നതിന് ഇതിന്റെയും സൂറ അൽഫീലിന്റെയും ഉള്ളടക്കവുമായി അഗാധ ബന്ധമുള്ള ചരിത്ര പശ്ചാത്തലം മുന്നിലുണ്ടായിരിക്കേണ്ടതാകുന്നു. നബി തിരുമേനിയുടെ കുലപതിയായിരുന്ന ഖുസയ്യിബ്നു കിലാബിന്റെ കാലം വരെ ഖുറൈശി ഗോത്രം ഹിജാസിലെങ്ങും ചിതറിക്കിടക്കുകയായിരുന്നു. ആദ്യമായി ഖുസയ്യാണ് അവരെ മക്കയിൽ ഒരുമിച്ചു കൂട്ടിയത്. കഅബയുടെ പരിചരണം അവരുടെ കയ്യിൽ വന്നു. അതിന്റെ ഫലമായി ഖുസയ്യിന് സംഘാടകൻ എന്ന അപരനാമം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അതിസമർത്ഥമായ ആസൂത്രണ പാടവം മക്കയിൽ ഒരു തലസ്ഥാന നഗരിക്ക് അടിത്തറപ്പാകി. അറേബ്യയുടെ വിദൂര ഭാഗങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടക കൂട്ടങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഉചിതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. തത്ഫലമായി അറേബ്യയിലെങ്ങുമുള്ള എല്ലാ ഗോത്രങ്ങളിലും ഖുറൈശികൾ വലിയ മതിപ്പും സ്വാധീനവും ആർജിച്ചു. ഖുസയ്യിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രന്മാരായ അബ്ദുമനാഫും അബ്ദുദ്ദാറും മക്കയിലെ നേതൃപദവി പങ്കിട്ടെടുത്തു. എന്നാൽ അബ്ദുമനാഫ് തന്റെ പിതാവിന്റെ കാലത്തു തന്നെ ഏറെ വിഖ്യാതനായിരുന്നു. അറബികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത സുസമ്മതമായി തീർന്നു. അബ്ദുമനാഫിന് 4 പുത്രന്മാരുണ്ടായി: ഹാഷിം, അബ്ദുഷംസ്, മുത്തലിബ്, നൌഫൽ. ഇക്കൂട്ടത്തിലെ ഹാഷിമാണ് അബ്ദുൽ മുത്തലിബിന്റെ പിതാവും പ്രവാചകന്റെ പിതാമഹനും. ഈജിപ്ത്, സിറിയ, പൗരസ്ത്യ ദേശങ്ങൾ എന്നിവയ്ക്കിടയിൽ അറേബ്യ വഴി നടന്നുവന്നിരുന്ന രാഷ്ട്രാന്തരീയ വ്യാപാരത്തിൽ പങ്കുവഹിക്കുന്നതിനെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ചത് അബ്ദുമനാഫായിരുന്നു. അതോടൊപ്പം അറബികൾക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങി സഞ്ചാരമാർഗത്തിൽ വസിക്കുന്ന ഗോത്രങ്ങൾക്ക് വിൽക്കാമെന്നും അത് അറേബ്യയിലെ ആഭ്യന്തര വ്യാപാരികളെ മക്ക ചന്തയിലേക്ക് നയിക്കാനിടയാക്കുമെന്നും അദ്ദേഹം കണ്ടെത്തി. ഉത്തരദേശങ്ങളിലൂടെയും പേർഷ്യൻ ഗൾഫിലൂടെയും റോമ സാമ്രാജ്യവും പൗരസ്ത്യ നാടുകളും തമ്മിൽ നടന്നുവരുന്ന അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ നിയന്ത്രണം ഇറാനിലെ സാസാനി ഭരണകൂടം കൈയടക്കി വെച്ച കാലമായിരുന്നു അത്. ഇക്കാരണത്താൽ ദക്ഷിണ അറേബ്യയിൽ നിന്ന് ചെങ്കടൽ തീരത്തോട് ചേർന്ന് ഈജിപ്തിലേക്കും സിറിയയിലേക്കും പോയിരുന്ന വ്യാപാര സരണിയുടെ പ്രവർത്തനം വളരെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. വഴിമധ്യേയുള്ള അറബി ഗോത്രങ്ങളെല്ലാം കഅബയുടെ പരിചാരകരെന്ന നിലയിൽ ഖുറൈശികളെ ആദരിച്ചിരുന്നുവെന്നത് മറ്റ് അറബി ഗോത്രങ്ങളുടെ വ്യാപാര സംഘങ്ങളെ അപേക്ഷിച്ച് ഖുറൈശി സാർത്ഥവാഹക സംഘങ്ങളുടെ പ്രവർത്തനം എളുപ്പമാക്കി. ഹജ്ജ് കാലത്ത് ഖുറൈശികൾ ഹാജിമാർക്ക് ഉദാരമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിന്റെ പേരിൽ എല്ലാവരും അവരോട് നന്ദിയുള്ളവരായിരുന്നു. വഴിക്കുവെച്ച് തങ്ങളുടെ സാർത്ഥവാഹകരെ കൊള്ളയടിക്കുമെന്ന് ഭയപ്പെടേണ്ട അവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല. ഇതെല്ലാം കണക്കുകൂട്ടി ഹാഷിം തന്റെ വ്യാപാര പദ്ധതി തയ്യാറാക്കുകയും മറ്റു 3 സഹോദരന്മാരെയും അതിൽ പങ്കാളികളാക്കുകയും ചെയ്തു. സിറിയയിലെ ഗസാൻ രാജാവിൽ നിന്ന് ഹാഷിമും അബിസീനിയൻ രാജാവിൽ നിന്ന് അബ്ദുഷംസും യമനി നാടുവാഴികളിൽ നിന്ന് മുത്തലിബും ഇറാൻ ഭരണകൂടങ്ങളിൽ നിന്ന് നൌഫലും വ്യാപാര സംരക്ഷണം നേടി. അങ്ങനെ അവരുടെ കച്ചവടം അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. ചുറ്റുമുള്ള ഗോത്രങ്ങളുമായും രാജ്യങ്ങളുമായും സ്ഥാപിച്ച സൗഹാർദ്ദ ബന്ധത്തെ ആസ്പദമാക്കി അവർ അസ്ഹാബുൽ ഈലാഫ് എന്നും വിളിക്കപ്പെട്ടിരുന്നു. രഞ്ജിപ്പുണ്ടാക്കുന്നവർ എന്നാണിതിനർത്ഥം. ഈ വ്യാപാര പ്രവർത്തനം മൂലം ഖുറൈശികൾക്ക് സിറിയ, ഈജിപ്ത്, യമൻ, ഇറാഖ്, ഇറാൻ, അബിസീനിയ തുടങ്ങിയ നാടുകളുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചു. വിവിധ നാടുകളിലെ സാംസ്കാരിക നാഗരികതകളുമായി നേരിട്ടിടപെട്ടുകൊണ്ടിരുന്നതിനാൽ അവരുടെ വൈജ്ഞാനികവും ധൈഷണികവുമായ നിലവാരം ഏറെ ഉയർന്നു. അവരോട് കിടപിടിക്കുന്ന മറ്റൊരു ഗോത്രവും അറേബ്യയിലുണ്ടായിരുന്നില്ല. സാമ്പത്തികമായും അവർ മറ്ററബികളെക്കാൾ മികച്ചവരായിരുന്നു. മക്കയാകട്ടെ അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായി തീരുകയും ചെയ്തു.
ഇക്കൂട്ടർ ഇറാഖിൽ നിന്ന് ലിപികൾ കൊണ്ടുവന്നു എന്നതും ഈ രാഷ്ട്രാന്തരീയ ബന്ധത്തിന്റെ വലിയൊരു നേട്ടമാണ്. ഈ ലിപിയാണ് പിന്നീട് ഖുർആൻ എഴുതാൻ ഉപയോഗിക്കപ്പെട്ടത്. ഖുറൈശികളിലുള്ളത്ര അക്ഷരാഭ്യാസികൾ മറ്റൊരു ഗോത്രത്തിലും ഉണ്ടായിരുന്നില്ല. ഇക്കാരണങ്ങളൊക്കെയാണ് നബി തിരുമേനി ഖുറൈശികൾ ജനനായകന്മാരാണ് എന്ന് പ്രസ്താവിച്ചത്. മുസ്നദ് അഹ്മദ് മർവിയത്തു അംരി ബിൻ ആസ്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബൈഹഖി ഉദ്ധരിച്ച ഒരു നിവേദനത്തിൽ ഇങ്ങനെ കാണാം: മുമ്പ് ഈ നേതൃത്വം ഹിംയരികൾക്കായിരുന്നു. പിന്നെ അള്ളാഹു അവരിൽ നിന്നത് ഊരിയെടുത്ത് ഖുറൈശികൾക്ക് നൽകി. ഖുറൈശികൾ ഈ വിധം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കയിൽ അബ്രഹത്തിന്റെ ആക്രമണമുണ്ടായത്. അന്ന് അബ്രഹത്ത് വിശുദ്ധ പട്ടണം കീഴടക്കുന്നതിലും കഅബ തകർക്കുന്നതിലും വിജയിച്ചിരുന്നുവെങ്കിൽ അറേബ്യയിൽ ഖുറൈശികളുടെ മാത്രമല്ല കഅബയുടെ തന്നെയും അന്തസ്സും പ്രതാപവും അതോടെ അസ്തമിക്കുമായിരുന്നു. കഅബ ദൈവിക ഗേഹമാണെന്നത് ജാഹിലിയ അറബികൾ പരമ്പരാഗതമായി കൈമാറി വന്ന വിശ്വാസമാണ്. ഈ ഗേഹത്തിന്റെ പരിചാരകർ എന്ന നിലയിൽ നാടെങ്ങും ഖുറൈശികൾ നേടിയ ബഹുമാനവും ഒറ്റയടിക്ക് അവസാനിക്കുമായിരുന്നു. അബിസീനിയക്കാർ മക്കയിലോളം മുന്നേറിയാൽ പിന്നെ മക്കയും സിറിയയും തമ്മിലുള്ള വ്യാപാരമാർഗം കൈവശപ്പെടുത്താൻ റോമ സാമ്രാജ്യവും മുന്നോട്ട് വരുമായിരുന്നു. ഖുറൈശികളാവട്ടെ ഹുസയ്യിബ്നു കിലാബിന്റെ കാലത്തിന് മുമ്പ് അകപ്പെട്ടിരുന്നതിനേക്കാൾ ശോചനീയമായ അധസ്ഥിതിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. പക്ഷേ അള്ളാഹു അവന്റെ ശക്തിപ്രഭാവം കാണിച്ചു. പക്ഷിപ്പട ചരൽ കല്ലെറിഞ്ഞ് 60,000 ഭടന്മാരുള്ള അബിസീനിയൻ സൈന്യത്തെ നശിപ്പിച്ചു കളഞ്ഞു. മക്ക മുതൽ യമൻ വരെയുള്ള പാതയിൽ ഈ തകർന്ന സൈന്യത്തിന്റെ പടയാളികൾ അങ്ങിങ്ങ് മരിച്ചു വീണു. ഇതോടെ കഅബ അള്ളാഹുവിന്റെ ഗേഹമാണെന്ന അറബികളുടെ വിശ്വാസം പൂർവോപരിദൃഢമായി. അതോടൊപ്പം ഖുറൈശികളുടെ യശസ്സും പണ്ടത്തേക്കാൾ വളർന്നു. അവർക്ക് അള്ളാഹുവിന്റെ സവിശേഷമായ അനുഗ്രഹമുണ്ടെന്ന് അറബികൾക്കുറപ്പായി. അവർ അറേബ്യയിലെങ്ങും നിർഭയം സഞ്ചരിക്കുകയും എല്ലാ പ്രദേശങ്ങളിലൂടെയും ചരക്കുകളുമായി കടന്നുപോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അവരെ ശല്യപ്പെടുത്താൻ ആരും ധൈര്യപ്പെട്ടില്ല. അവരെ ശല്യപ്പെടുത്തുന്നത് പോകട്ടെ, അവർ അഭയം കൊടുത്ത ഖുറൈശികളല്ലാത്തവരെ പോലും ആരും ഉപദ്രവിച്ചിരുന്നില്ല. വചനലക്ഷ്യം. നബി തിരുമേനിയുടെ നിയോഗകാലത്തെ ഈ സാഹചര്യം ഏവർക്കും അറിയുന്നതായിരുന്നു. അതിനാൽ അത് പരാമർശിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടുതന്നെ ഈ സൂറയിലെ 4 കൊച്ചുവാക്യങ്ങളിലൂടെ ഖുറൈശികളോട് ഇത്രമാത്രം പറഞ്ഞു മതിയാക്കിയിരിക്കുന്നു: ഈ കഅബ വിഗ്രഹാലയമല്ല, അള്ളാഹുവിന്റെ ഗേഹമാണ് എന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നു. ഈ മന്ദിരത്തിന്റെ തണലിൽ നിങ്ങൾക്ക് അഭയമരുളിയതും നിങ്ങളുടെ കച്ചവടത്തിന്റെ ഈ അഭിവൃദ്ധിയിലൂടെ നിങ്ങളെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിച്ച് ഇவ்விധം സമൃദ്ധിയേകിയതും എല്ലാം അള്ളാഹുവിന്റെ മാത്രം അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഈ വസ്തുതകളെല്ലാം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ലിഇലാഫി ഖുറൈശ്. അങ്ങനെ ഖുറൈശികൾ ഇണങ്ങിയതിന്. ഖുറൈശികളുടെ നിലപാട് വളരെ അത്ഭുതകരം തന്നെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ചിന്നിച്ചിതറിപ്പോയിരുന്ന അവർ ഒരുമിച്ചു കൂടിയതും അവരുടെ സമൃദ്ധിയുടെ മാധ്യമമായ കച്ചവടം ശീലിച്ചതും. പക്ഷേ അവർ അള്ളാഹുവിന് മാത്രം അടിമപ്പെടുന്നതിൽ നിന്ന് അകന്നു പോവുകയാണ്. അഖ്ഫശ്, ഖിസാഇ, ഫറാ എന്നിവരുടേതാണ് ഈ അഭിപ്രായം. ഖലീൽ ഇബ്നു അഹ്മദും സീബവഹിയും സമഖ്ശരിയും പറയുന്നു, ഖുറൈശികൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നാൽ മറ്റെല്ലാ അനുഗ്രഹങ്ങളെയും മാറ്റി നിർത്തി അവന്റെ അനുഗ്രഹത്താൽ അവർ കച്ചവടയാത്രകൾ ശീലിച്ചു എന്ന ഒറ്റ കാര്യം മാത്രം പരിഗണിക്കുകയാണെങ്കിൽ പോലും അവർ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതുതന്നെ അവരോടുള്ള അതിമഹത്തായ ഔദാര്യമാകുന്നു. إيلافهم رحلة الشتاء والصيف. അതായത് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും കച്ചവടയാത്രകളോട് അവർ ഇണങ്ങിയതിനാൽ. ഉഷ്ണകാലത്തും ശീതകാലത്തുമുള്ള യാത്രകൾ കൊണ്ടുദ്ദേശം ഇതാണ്. ഉഷ്ണകാലത്ത് ഖുറൈശികൾ സിറിയയിലേക്കും ഫലസ്തീനിലേക്കും കച്ചവടയാത്രകൾ നടത്തിയിരുന്നു. കാരണം അവ ശൈത്യപ്രദേശങ്ങളാണ്. ശൈത്യകാലത്ത് അവർ ഉഷ്ണമേഖലയായ ദക്ഷിണ അറേബ്യയിലേക്കാണ് വ്യാപാരയാത്രകൾ സംഘടിപ്പിച്ചിരുന്നത്. فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ. അവർ
ഈ മന്ദിരത്തിന്റെ നാഥന് ഇബാദത്ത് ചെയ്യേണ്ടതാകുന്നു. ഈ മന്ദിരം എന്നതുകൊണ്ട് വിവക്ഷ കഅബാലയമാകുന്നു. ദൈവിക വചനത്തിന്റെ താൽപര്യം ഇതാണ്. ഈ മന്ദിരം മൂലമാണ് ഖുറൈശികൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചത്. തങ്ങൾ അതിനകത്ത് പൂജിച്ചു പോരുന്ന 360 വിഗ്രഹങ്ങളും ആ മന്ദിരത്തിന്റെ നാഥരല്ലെന്നും അല്ലാഹു മാത്രമാണ് അതിന്റെ നാഥനെന്നും അവർ സ്വയം സമ്മതിക്കുന്നു. അബ്രഹത്തിന്റെ പടയ്ക്കെതിരിൽ തങ്ങൾ സഹായം തേടി പ്രാർത്ഥിച്ചത് അവനോട് മാത്രമാണെന്നും ആനപ്പടയുടെ ആക്രമണത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചത് അവൻ മാത്രമാണെന്നും അവർക്ക് നന്നായിട്ടറിയാം. അവന്റെ മന്ദിരത്തിന്റെ സംരക്ഷണത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് അവർ അറേബ്യയിൽ ചിതറിക്കിടക്കുകയായിരുന്നു. സാധാരണ അറബി ഗോത്രങ്ങളെപ്പോലെ ഗ്രൂപ്പുകളായി ചിതറിയ ഒരു വംശമായിരുന്നു അവരും. എന്നാൽ അവർ മക്കയിലെ ഈ മന്ദിരത്തിന് ചുറ്റുമായി ഒന്നിച്ചുകൂടുകയും അതിനെ സേവിച്ചു തുടങ്ങുകയും ചെയ്തതോടെ സകല അറബികൾക്കും അവർ ആദരണീയരായിത്തീർന്നു. അവരുടെ വ്യാപാര സംഘങ്ങൾ എല്ലാ ദിക്കുകളിലേക്കും ഭയലേശമില്ലാതെ സഞ്ചരിച്ചു തുടങ്ങി. അവർക്ക് ലഭിച്ച ഏത് സൗഭാഗ്യവും ഈ മന്ദിരത്തിന്റെ നാഥൻ നിമിത്തം ലഭിച്ചതാണെന്നർത്ഥം. അതുകൊണ്ട് അവന് മാത്രമാണ് അവർ ഇബാദത്ത് ചെയ്യേണ്ടത്. الذي أطعمهم من جوع وآمنهم من خوف. അവർക്ക് ആഹാരം കൊടുത്ത് വിശപ്പകറ്റുകയും ശാന്തി ചൊരിഞ്ഞ് ഭയമകറ്റുകയും ചെയ്ത നാഥന്. അവൻ അവർക്ക് ആഹാരം കൊടുത്ത് വിശപ്പകറ്റിയവനാകുന്നു എന്ന് പറഞ്ഞതിന്റെ സൂചന ഖുറൈശികൾ മക്കയിലെത്തുന്നതിനു മുമ്പ് അറേബ്യയിൽ ചിതറിയ കാലത്ത് വിശന്ന് മരിച്ചിരുന്നതിലേക്കാണ്. ഇവിടെ എത്തിയ ശേഷം അവർക്ക് വിഭവങ്ങളുടെ കവാടം തുറന്നുകിട്ടി. അവരെ സംബന്ധിച്ച ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അക്ഷരം പ്രതി പുലർന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, നാഥ, ഞാൻ എന്റെ സന്തതികളിൽ ഒരു ഭാഗത്തെ നിന്റെ ആദരണീയ മന്ദിരത്തിനടുത്ത് കൃഷിശൂന്യമായ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നു. അവർ നമസ്കാരം നിലനിർത്താൻ നീ ജനഹൃദയങ്ങളെ അവരിലേക്ക് ആകർഷിക്കണമേ. അവർക്ക് തിന്നാൻ ഫലങ്ങൾ നൽകണമേ. സൂറ ഇബ്രാഹിം 37-ാം സൂക്തം. ശാന്തി ചൊരിഞ്ഞ് ഭയമുക്തനാക്കിയവൻ എന്ന് പറഞ്ഞതിന്റെ താൽപര്യമിതാണ്. അക്കാലത്ത് അറേബ്യയുടെ അവസ്ഥ ഭീകരമായിരുന്നു. ആളുകൾക്ക് സമാധാനത്തോടെ അന്തിയുറങ്ങാവുന്ന ഒരു നാടും അവിടെയുണ്ടായിരുന്നില്ല. ഏതു നിമിഷത്തിലും ഏതെങ്കിലും കൊള്ളസംഘം തങ്ങളുടെ മേൽ ചാടി വീഴാമെന്ന ഉത്കണ്ഠയിലായിരുന്നു അവർ. ഒരാളും സ്വന്തം ഗോത്രത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് കാലുകുത്താൻ ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം കൂട്ടം തെറ്റുന്നവൻ ജീവനോടെ തിരിച്ചെത്തുക അസംഭവ്യമായിരുന്നു. സമാധാനത്തോടെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സംഘവുമില്ലായിരുന്നു. വഴിയിലെവിടെയും കൊള്ളക്കാരെ ഭയപ്പെടണം. സാർത്ഥവാഹക സംഘങ്ങൾക്ക് ഒരു വഴിയിലൂടെ സുഗമമായി കടന്നു പോകണമെങ്കിൽ പ്രബല ഗോത്രങ്ങളുടെ തലവന്മാർക്ക് കോഴ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ മക്കയിൽ ഖുറൈശികൾ തികച്ചും സുരക്ഷിതരായിരുന്നു. അവർക്ക് ആരുടെയും ആക്രമണം പേടിക്കേണ്ടതുണ്ടായിരുന്നില്ല. അവരുടെ ചെറുതും വലുതുമായ സാർത്ഥവാഹക സംഘങ്ങൾ നാനാദിക്കുകളിലും പോയി വന്നുകൊണ്ടിരുന്നു. സംഘം ഹറമിന്റെ ഊരാളന്മാരുടേതാണെന്നറിഞ്ഞാൽ പിന്നെ ആരും അവരെ ദ്രോഹിക്കാൻ ധൈര്യപ്പെടുകയില്ല. എത്രത്തോളമെന്നാൽ ഒരു ഖുറൈശി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ പോലും അയാളെ ആരെങ്കിലും തടഞ്ഞാൽ ഹറമി എന്നോ ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ദേശത്തു നിന്നാണ് എന്നോ പറയുകയേ വേണ്ടൂ. അത് കേൾക്കേണ്ട താമസം പൊങ്ങിയ കൈ താനെ താണുപോകുമായിരുന്നു.